ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഡ്രയറാണ്. എൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടുത്തെ പ്രദേശത്ത് കണ്ണൂർ ഏരിയയിൽ നിന്നൊന്നും ഡ്രയർ ഉണ്ടാക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ വാങ്ങിക്കേണ്ട കടേനെ പറ്റിയൊന്നും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഇതല്ല കിട്ടിയത്. തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ചൊരു ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ യൂട്യൂബും അങ്ങനെയൊക്കെ കണ്ട് ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ പല ആളും പല രീതിയിലാണ്, പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ഡ്രയർ കണ്ടിട്ടുണ്ട്. അത് ബോഡി ഒറ്റ തകിടിൽ ഒറ്റ ലെയറായിട്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് പുറത്തേക്ക് വെളിയിലേക്ക് പോകും. അപ്പോൾ കറണ്ട് കൂടുതൽ നഷ്ടം വരും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി ഞാൻ ഡബിൾ ലെയറിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ആ ഡ്രയറിൻ്റെ ഏകദേശം ആ റേഞ്ചിൽ തന്നെ എനിക്ക് ചിലവായിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മിക്ക ആൾക്കാരും അകത്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അകത്ത് എന്നപ്പോൾ ഈ GI ഷീറ്റാണെങ്കിൽ അതിന് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ടൊന്ന് പെയിൻറ്റിങ്ങിന് അടിച്ച് കഴിഞ്ഞാൽ ഹീറ്റാകുമ്പോൾ കാര്യമായിട്ട് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇന്നിപ്പോൾ ഇനി പുറത്തുനിന്ന് ഇതുപോലെ ഡ്രയറൊക്കെ വാങ്ങിക്കുമ്പോൾ അകത്ത് പെയിൻ്റ് അടിച്ചതൊന്നും വാങ്ങിക്കരുത്. എന്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ചൂടുവെള്ളം ഒഴിച്ച് ഉപയോഗിക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ പെയിൻറ്റ് ഹീറ്റാകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കെമിക്കൽസ് പുറത്തേക്ക് വരും. പെയിൻറ്റ് ഹീറ്റാകുമ്പോൾ അത് എത്രയോ വർഷം എന്നപ്പോൾ പെയിൻറ്റ് ലാസ്റ്റ് ചെയ്യുന്ന അവസാനം വരെ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ട് താരതമ്യേന അളവ് കുറവായിരിക്കും. എന്നിരുന്നാലും എങ്ങനെയാലും ആ പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് പെയിൻറ്റ് ഒഴിവാക്കി പുറത്ത് അലുമിനിയം പെയിൻ്റാണ് കൊടുത്തത്. അലുമിനിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടിന് ഏത് ഇൻഡസ്ട്രിയിലൊക്കെ ഹീറ്റാകുന്ന ഭാഗങ്ങളിൽ അലുമിനിയം പെയിൻ്റാണ്. അലുമിനിയം ചൂടിനെ പുറത്തേക്ക് വെളിയിലേക്ക് വിടില്ല. അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് അതിൽ. ആ ഇതിലാണ് ഈ വലിയ കമ്പനിയിലൊക്കെ ഈ നല്ല ഹീറ്റാകുന്ന ഓയിൽ കോയിലൊക്കെ അലുമിനിയം പെയിൻ്റാണ് ചെയ്യൽ. അതിൻ്റെ വെളിയിൽ തൊട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അത്ര ചൂട് അനുഭവപ്പെടില്ല. അതുപോലെ തന്നെ ഞാൻ അലുമിനിയം പെയിൻ്റാണ് പുറത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് തെർമോസ്റ്റാറ്റ് വെച്ചിട്ടുണ്ട്. STC 1000 തന്നെ ഒരു തെർമോസ്റ്റാറ്റാണ്. അതാണ് എനിക്ക് ഓൺലൈനിൽ നിന്നല്ല, എനിക്ക് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വാങ്ങിച്ച് അപ്പോൾ അത് സെറ്റ് ചെയ്യേണ്ടതൊക്കെ യൂട്യൂബിൽ നോക്കി, കുറേ ചാനൽ നോക്കി. കുറേ മലയാളം ചാനലൊന്നും അത് കൃത്യമായിട്ട് അതിൻ്റെ വിവരണം ഉണ്ടായിട്ടില്ല. എങ്ങനെ കൊടുക്കണം, അതിൻ്റെ എങ്ങനെ കൊടുക്കണം എന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് ഏകദേശം അതിൻ്റെ സംഭവങ്ങൾ മനസ്സിലായത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 ഫാൻ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ഹീറ്റർ, 400 വാട്ട്സിൻ്റെ ഒരു ഹീറ്ററാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്തിന് അതൊന്നും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡബിൾ ലെയറാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ മെത്തേഡിൽ ഔട്ടിലേക്ക് അതിൻ്റെ ഹീറ്റ് വരുന്നേ ഇല്ല. അതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ചൂട് അതിൻ്റെ ഉള്ളിൽ ഏകദേശം 1 മണിക്കൂർ ഏകദേശം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാര്യമായിട്ട് നമുക്കിപ്പോൾ അന്തരീക്ഷ ചൂടിനേക്കാൾ ഒരു 10 ഡിഗ്രി അന്തരീക്ഷ ചൂടിനേക്കാൾ ഇപ്പം ഒരു 25 ഡിഗ്രി ചൂടാണെങ്കിൽ ഒരു 35-40 വരെ 1 മണിക്കൂർ വരെ അതിൻ്റെ അകത്ത് ചൂട് നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അതൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ അടുത്ത പ്രദേശത്ത് കണ്ണൂർ ജില്ല അതുപോലെ ആ ജില്ലയിലായിരിക്കെങ്കിലും നല്ലൊരു ഇലക്ട്രിക് ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് വ്യത്യാസം വരുത്താൻ പറ്റും. ഈ GI ഷീറ്റ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് SSO എന്നിപ്പോൾ SSO 304 അങ്ങനെ ഏത് ഗ്രേഡ് സ്റ്റീലിൻ്റെതോ എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുണ്ടെങ്കിലും ഞാൻ ഈ ഡ്രയറിൻ്റെ ട്രേൻ്റെ എണ്ണം വളരെ കുറച്ചിട്ടാണ്, അതുപോലെ തന്നെ
എയർ സർക്കുലേഷന് സൈഡിനെ കൂടെ നല്ല ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രേ ഞാൻ ജസ്റ്റ് ഒരു ട്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഇവിടെ നിന്നുള്ള ഒരു ഡിഷ് ഹോളടിച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വേറെ ട്രേ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്നാലത് ശരിക്കും അതിന് എയർ സർക്കുലേഷൻ കിട്ടുള്ളൂ. ഏതായാലും ഇപ്പം നിലവിലാക്കിയ ആ ഒരു ട്രയർ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ഒരഭിപ്രായം പറയാം. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ണൂർ ജില്ലയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഇലക്ട്രിക്കൽ ട്രേ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഈ ഡ്രയർ. ഈ ഡ്രയർ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. എന്നിപ്പോൾ ഈ കുടുംബശ്രീ ആയാലും അങ്ങനെ ഞാൻ ഇതൊക്കെ യൂട്യൂബൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കുടുംബശ്രീ ആയാലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എന്നപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാൻ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മളെ ഡ്രയർ എങ്ങനെയാണെന്നൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ 60 ഡിഗ്രിയിലാണ് ഇത് സെറ്റ് ചെയ്തിന്. അപ്പോൾ കട്ട് ഓഫ് ആയാലും 59.7 കട്ട് ഓഫ് ആകും. കട്ട് ഓഫ് ആയി കഴിഞ്ഞാലും 60-68 വരെ ഇതിൻ്റെ ഹീറ്റ് കൂടുന്നുണ്ട്. 59.7 കട്ടായി കഴിഞ്ഞാൽ 60-7-8 വരെ ഏകദേശം ഒരു ഡിഗ്രി കൂടുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇപ്പം കൂളിങ്ങിലുള്ളത് ഫാനാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 ഫാനുണ്ട്. ഒന്ന് ഫുൾ ടൈം ഇതിൻ്റെ അകത്തുള്ള ഹ്യൂമിഡിറ്റി പുറത്തേക്ക് കളയേണ്ട രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഫുൾ ടൈം വർക്ക് ചെയ്യും. ഹ്യൂമിഡിറ്റി പുറത്തേക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന രീതിയിൽ, ഹ്യൂമിഡിറ്റി പോകുന്ന രീതിയിലാണ് ഒരു ഫാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തണുക്കാനുള്ള ചാൻസ് ചെറിയ രീതിയിൽ കൂടുതലാണ്. പക്ഷേ നമുക്ക് ഔട്ട് ചെയ്യാതെ പറ്റില്ലല്ലോ, ഹ്യൂമിഡിറ്റി പോകണ്ടേ, അല്ലെ പിന്നെ ഇത് ഡ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇതിപ്പോൾ ഹ്യൂമിഡിറ്റി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇതിപ്പോൾ ഹോളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് അപ്പുറം ഇപ്പുറം 2 ഹാൻഡിലൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഹാൻഡിലുണ്ട്. പടിയിൽ ലെഗൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിന്. ഞാനിതിപ്പം ഏകദേശം 1.5 ഷീറ്റ് GI ഷീറ്റ് എടുത്തു. ഇനി കുറച്ചായി കാണുന്നതൊക്കെ എനിക്ക് ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇതുണ്ടല്ലേ, ഇത് സാധാരണ ഡിഷ്, റബ്ബർ ഷീറ്റിൻ്റെ ഡിഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രേ ആദ്യം ഇപ്പം ഉണ്ടാക്കിയത്. ഇപ്പം ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണിത്. അപ്പോൾ അതിൻ്റെ പിറകിലൊരു ഫാൻ അത് ഫുൾ ടൈം വർക്ക് ചെയ്യില്ല. അത് കട്ടായി ഹീറ്റർ കട്ടാകുമ്പോൾ ആ ടൈമിന് അത് സ്റ്റാർട്ട് ഇതാവുമല്ലോ, ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹീറ്റർ. ഇതിപ്പോൾ ഞാനൊരു 5 ട്രേ വെക്കേണ്ട രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സ്പേസ് ഇവിടെ ബാക്കിയാണേ. ഞാൻ ഇനിയിപ്പോൾ എനിക്ക് വലിയ ട്രേ അടിക്കുന്നതാണെങ്കിൽ ഫുള്ള് ഒരു ട്രേയിൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഉണക്കാനിടാൻ പറ്റും. 5 ട്രേ എന്ന് പറഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സാധാരണ ഇത്രയൊന്നും ഡിസ്റ്റൻസ് ഉണ്ടാവാറില്ല. കണ്ടതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പെയിൻ്റ് അടിച്ചില്ല. അതല്ല GI ഷീറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡബിൾ ലെയറാണ്. അപ്പോൾ ഇതിൻ്റെ വെളിയിലേക്ക് ഒരിക്കലും ചൂട് വരുന്നില്ല. ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ കണ്ടിന് ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ ഒറ്റ ലെയറാണ് ബോക്സ്. ഇപ്പോൾ ആണല്ലോ ഇതിൻ്റെ പുറത്തോ വെളിയിലോ ഇത്രയും കൂളാണ്. ഇവിടെയൊന്നും ഒരു തരത്തിലും ചൂടില്ല. നമ്മൾ ഡ്രയർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് ആകുന്നവരെ, ഒരു 2 കട്ട് ഓഫ് ആകുന്നവരെ അത് ഓണാക്കി ഇടുക. എന്നിട്ട് തൊട്ട് നോക്കുക ഇങ്ങനെ ചൂടുണ്ടോ, വെളിയിൽ ഷീറ്റിന് ചൂടുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല. ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിലേക്ക് ചൂട് നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല. എവിടെയും ചൂടില്ല, നല്ല കൂളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കറണ്ട് പോയാലും ഏകദേശം 1 മണിക്കൂർ നമ്മൾ നോർമൽ പുറത്തുള്ള ചൂടിനെക്കാട്ടി ഒരു 10 ഡിഗ്രി കൂടുതൽ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പം കറണ്ട് പോയാൽ ഞാൻ ഓഫാക്കി നോക്കിയിരുന്നു.
അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഓണാക്കുമ്പോൾ 45 ഡിഗ്രി ഒരു റേഞ്ചിൽ ചൂട്, സാധാരണ ഇപ്പോൾ ഒരു 25 ആ ഒരു റേഞ്ചിലാണ് ചൂടുള്ളത്. 40-45 ഡിഗ്രിയോളം ചൂട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓണാക്കുമ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്, നമ്മൾ മീറ്ററിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് ഇന്നിപ്പോൾ ഡൗൺ ആകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിലേക്കൂടെ നമ്മൾ ഹ്യൂമിഡിറ്റി ഔട്ട് ചെയ്യുന്നത്, ഹ്യൂമിഡിറ്റി ചെറിയ ഒരു എയർ പുറത്തേക്ക് തള്ളുന്നത് നമുക്ക് അറിയാൻ പറ്റും, ചൂടിലെ എയർ ചെറുങ്ങനെ തള്ളുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ഫാൻ ഔട്ട് ചെയ്യേണ്ട രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ചൂട് എയർ പുറത്തേക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും എല്ലാ സ്ഥലത്തും നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നും വെച്ച് നോക്കിയില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ചെയ്തിട്ടാകുമ്പോൾ ഞാൻ കൃത്യമായി അതിൻ്റെ റിസൾട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. കാരണം ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ അത് കോൺടാക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാണുന്നില്ല, അത്രയും ഇതായിട്ടാണ്, ക്ലിയർ ആയിട്ടാണ്. അതുപോലെ തന്നെ ഡോറൊക്കെ ഡബിൾ ലെയറാണ് കേട്ടോ. ഡോറും എല്ലാ ബോഡി മൊത്തത്തിൽ ഡബിളാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.